Hi all, magic morning. ഓക്കെ, അപ്പം എല്ലാവരും ഓക്കെ, മാജിക് മോർണിംഗ് ഓൾ. എല്ലാവരും മെഡിറ്റേഷനിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഈ സെഷന്റെ ടൈമാണ്. അപ്പം നിങ്ങൾക്കറിയാം, റമീസ് വീമ്പൂർ സാറിന് നിങ്ങൾക്ക് ഒരു സെഷൻ സാർ എടുത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. IGP സീനിയർ ട്രെയിനർ ആയിട്ടുള്ള റമീസ് സാറിന്റെ സെഷൻ ആണ് ഇന്ന്. ടോപ്പിക്കിനെ കുറിച്ച് ചിലർ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. PFTF എന്നാണ് സാറിന്റെ ടോപ്പിക്. അപ്പൊ അത് എന്താണെന്നും അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ എല്ലാവരും ഇന്നത്തെ സെഷൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാറിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം. റമീസ് സർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, റമീസ് സർ പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് പോവാം. മനോഹരമായ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഒരു പോസിറ്റീവ് വൈബിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ആ ഒരു വൈബിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആദ്യം ആശംസിക്കുകയാണ്. അപ്പോ ഞാൻ അങ്ങനെ ഒരു ടോപ്പിക്, ഒരു PFTF എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കൊടുക്കാനുണ്ടായ സാഹചര്യം തന്നെ ഇതെന്താണ് എന്ന് മനസ്സിലാവാതെ, അല്ലെങ്കിൽ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവാതെ, എന്താ പറയാ, നിങ്ങള് ആകർഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കയറണം, ഇരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് നേരെ സെഷനിലേക്ക് വരാം. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മള് ജീവിക്കുന്ന ജീവിത പശ്ചാത്തലങ്ങൾ, അല്ലെങ്കിൽ ജീവിക്കുന്നതിന്റെ ഒരു റീസൺ എന്താണ്? നമ്മള് അങ്ങനെ ഓരോ വ്യക്തിക്കും ഓരോ റീസൺ ഉണ്ടാവാം. ഓരോ വ്യക്തിക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ചിലവഴിക്കാനൊക്കെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവാം. അപ്പൊ ആ കാര്യങ്ങൾക്കിടയിൽ, ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ഏതൊക്കെ കാര്യത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്താ പറയാ, ചെറിയൊരു സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. PFTF എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. നമ്മൾ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കാര്യത്തെ ആദ്യം ചെയ്യുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇന്നത്തെ സെഷൻ മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവാം, അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകാം, സെൽഫ് എംപ്ലോയ്മെന്റോ അല്ലെങ്കിൽ 100 കൂട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മളിപ്പോ ഒരു ദിവസം അങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. ഈ ദിവസത്തിന്റെ എൻഡിലെത്തുമ്പോൾ നമുക്ക് ഈ ഒരു ദിവസം കൃത്യമായ ഒരു എന്താ പറയാ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയ ഒരു ദിവസമായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അതുപോലെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. എങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. ഇപ്പൊ ഇന്നൊരു ദിവസം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ആ മേഖലയിലും അല്ലെങ്കിൽ അതിന് പുറമെയും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ, കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കപ്പെടേണ്ടി വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് കാര്യത്തിനാണ് നമ്മൾ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറ്. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന
ഒരു പുസ്തകത്തിൽ, ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു പോയിന്റാണ് പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് പറയുന്നത്. അപ്പൊ അതിൽ 4 കാര്യമാണ് പ്രധാനമായിട്ടും നമ്മള് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഒരു നിമിഷത്തിലും നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഏത് കാര്യത്തെ ആദ്യം സെലക്ട് ചെയ്യണം, അതിനുശേഷം മറ്റേത് കാര്യത്തെ സെലക്ട് ചെയ്യണം, അതിനുശേഷം ഏത് ചെയ്യണം, ഇങ്ങനെ നൂറുകൂട്ടം ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരികയാണ് എങ്കിൽ ആദ്യം ഏത് സെലക്ട് ചെയ്യണം, പിന്നീട് ഏത് സെലക്ട് ചെയ്യണം, പിന്നീട് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ഒരു സെഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ദേശിക്കുന്നത്. എന്താ പറയാ, അതിൽ പറയുന്നത് 4 കാര്യങ്ങളാണ് അല്ലെങ്കിൽ 4 രീതിയിലുള്ള കാര്യങ്ങളാണ്. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇതേപോലത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ ആദ്യത്തെ ഉത്തരം ഏറ്റവും കൂടുതൽ അടിയന്തിരമായിട്ട് ചെയ്യേണ്ടതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ളതുമായിട്ടുള്ള കാര്യത്തിനാണ് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിങ്ങളായാലും ഞാനായാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് നമ്മൾ മുൻഗണന കൊടുക്കാറുള്ളത്. നമ്മളെ ജീവിതത്തിലെ എന്താ പറയുക, പഠന കാര്യങ്ങളിലാവട്ടെ, ജോലി കാര്യങ്ങളിലാവട്ടെ, ആളുകളാവട്ടെ, ഓരോ ആളുകളും ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മളോട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പറയുമ്പോൾ പോലും ഒരുപാട് ഫംഗ്ഷൻ ഉള്ള ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് എന്താണ്? ഏറ്റവും പ്രയോറിറ്റി ഉള്ള ആളുകളുടെ പ്രോഗ്രാമിലേക്ക് പോകും, മറ്റുള്ളവ നമ്മൾ ഒഴിവാക്കും. എന്നതുപോലെ തന്നെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പ്രയോറിറ്റി അനിവാര്യ ഘടകമായിട്ട് വരാറുണ്ട്. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കപ്പെടുന്ന സമയത്ത് ഏറ്റവും അർജന്റ് ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അതിനായിരിക്കണം നിങ്ങൾ ഒന്നാമതായിട്ട് മുൻഗണന കൊടുക്കേണ്ടത്. അതൊരു പക്ഷേ നിങ്ങളുടെ ഫാമിലി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളാവാം, ബിസിനസ് ആവാം, നിങ്ങളുടെ മറ്റു ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ആ കാര്യങ്ങളാകാം. ഏതിനാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അർജന്റും ഏറ്റവും ഇമ്പോർട്ടന്റുമായിട്ട് നിങ്ങൾ ഒരു സ്ഥാനം പ്രയോറിറ്റി കൊടുക്കുന്നത്, അതിനായിരിക്കണം നിങ്ങൾ ആദ്യമായിട്ട് എന്താ പറയാ അതായിരിക്കണം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ആളുകൾക്കും ഒരുപോലെ ആകണമെന്നില്ല. എല്ലാ ആളുകൾക്കും ഒരേ ചിന്താഗതിയല്ല, എല്ലാ ആളുകൾക്കും ഒരേ സ്വപ്നങ്ങളല്ല, എല്ലാ ആളുകൾക്കും ഒരേ കാര്യങ്ങളല്ല ഉണ്ടാകുക. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ട് ആവശ്യം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടേതായിട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഈ ഒരു വിഷയത്തോട് ചേർത്തി പറയാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും അർജന്റുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലൊരു വിഷയം വരുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഏതാണ്? ഏറ്റവും അർജന്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഏതാണ്? ആ വിഷയത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഇടപെടേണ്ടത്. ഇപ്പൊ നമ്മള് ഒരു ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്തായിരിക്കും ചിലപ്പോ വീട്ടിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വീട്ടിൽ ചെറുതായിട്ട് വഴുതി വീഴുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ആ കുട്ടീന്റെ കരച്ചിൽ കേൾക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്തെങ്കിലും ആട്ടെ, അത് എന്റെ വൈഫ് നോക്കട്ടെ, അല്ലെങ്കിൽ അത് മൂപ്പര് നോക്കട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റിവിറ്റി ഇല്ലാലോ. നമ്മൾ നമ്മുടെ എന്താ പറയാ ഫാമിലിയുടേതായിട്ടുള്ളൊരു അവർക്ക് അവരുടേതായിട്ടുള്ളൊരു എന്താ പറയാ ഒരു ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ഫാമിലിക്ക്. അങ്ങനെയുള്ള ആളുകളാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ
ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആദ്യം കുറച്ച് സമയം നമ്മളെ കുട്ടിയുടെ കൂടെ ചെലവഴിക്കാനുള്ള, അവനെന്താണോ പ്രശ്നം അത് പരിഹരിക്കാനുള്ള, നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അതിനുശേഷമായിരിക്കും നമ്മൾ നമ്മുടെ മറ്റു ജോലി ആവശ്യാർത്ഥമുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടത്. കാരണം എല്ലാ ആളുകളും ജീവിക്കുന്നത് ഒരു പക്ഷേ ഈ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്റെ ഫാമിലി ആയിരിക്കും. എന്റെ വീട്ടിലുള്ള എന്റെ അമ്മയാവാം, എന്റെ അച്ഛനാവാം, എന്റെ ഫാമിലിയിലുള്ള എന്റെ വൈഫാവാം, എന്റെ മക്കളാവാം. അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു 99% ആളുകളും ജീവിക്കുന്നത്. അപ്പോ അവരുടെ പ്രശ്നങ്ങൾ ന ആയി അവരുടെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നവരായിരിക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ. അല്ലെങ്കിൽ അതിനൊക്കെ പുറമെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ അവർക്ക് വേണ്ടി ജീവിക്കുമ്പോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയാ ജോലി ചെയ്യാൻ പോകുന്നത്, ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യണം? നമ്മള് ജീവിക്കുന്നത് നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും പ്രയോറിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അർജന്റും ഏറ്റവും ഇമ്പോർട്ടന്റുമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചിന്തിച്ച് അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനത്തെ ആദ്യം സെലക്ട് ചെയ്യുകയും അതിനുശേഷം മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. ഇനി അതിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നോട്ട് അർജന്റ് ബട്ട് ഹാവ് ഇമ്പോർട്ടൻസ്. അതായത് അത്ര അർജന്റ് അല്ല. അത്ര എന്താ പറയാ അടിയന്തിരമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. എന്നാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടന്റ്, ഹാവ് ഇമ്പോർട്ടൻസ്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ രണ്ടാമത്തെ ഒരു മുൻഗണനയിലേക്ക് ക്രമീകരിക്കുക. ആദ്യം പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും അർജന്റുമായിട്ടുള്ള കാര്യത്തിന് ആദ്യം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. രണ്ടാമത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത്ര അത്ര അർജന്റ് അല്ല, എന്നാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നോട്ട് അർജന്റ് ബട്ട് ഹാവ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന, അത്ര അർജന്റ് അല്ലെങ്കിലും അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്കാണ് നിങ്ങൾ രണ്ടാമതായിട്ട് മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മളെ ഈ ഫാമിലിനെ പറ്റിയിട്ട് തന്നെ പറയാന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയിൽ നമ്മുടെ വീട്ടുകാരല്ലാത്ത ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അവരെ നമ്മളിങ്ങനെ എന്നും പോയിട്ട് സന്ദർശിക്കുകയോ എന്നും ആ ഒരു ബന്ധം പുതുക്കേണ്ട ഒരു ആവശ്യം അത് ചിലപ്പം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നമ്മളിങ്ങനെ ഫ്രീക്വന്റ്ലി നമ്മൾ അവരെങ്ങനെ ഇടക്ക് പോയി സന്ദർശിക്കുകയും ഇടക്ക് അവരുമായിട്ട് ബന്ധം പുലർത്തുകയും ചെയ്യേണ്ട ആവശ്യമേ പലപ്പോഴും എല്ലാ ഫാമിലിയിലും ഒരുപോലെ അല്ല, എല്ലാ ആളുകൾക്കും ഒരുപോലെ അല്ല. എന്നിരുന്നാൽ പോലും പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോ അത് അർജന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്നാലോ അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് താനും. അങ്ങനത്തെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് നമ്മൾ രണ്ടാമതായിട്ട് ഒരു മുൻഗണനാക്രമത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ആദ്യം പറഞ്ഞത് അത്രമേൽ ഇമ്പോർട്ടന്റും അർജന്റുമായിട്ടുള്ള കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് അത്രക്ക് അർജന്റ് അല്ല എങ്കിലും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു എന്താ പറയാ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് അതിൽ പറയുന്നത് അർജന്റ് ആണ് പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് എന്താ പറയാ ചില വിഷയങ്ങൾ നമ്മൾ ഇപ്പോ എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അർജന്റ് ആണ് പക്ഷെ അത്ര ഇമ്പോർട്ടൻസ് അതിന് ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ എന്താ പറയാ ഒരു പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരേ സമയം പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പോ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ എന്താ പറയാ അവർക്ക് എക്സാം സമയമാകുമ്പോൾ കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കേണ്ട ഒരു അല്ലെങ്കിൽ റിവിഷൻ കൊടുക്കേണ്ട, ചില കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ച് ചില കുട്ടികളെ പ്രത്യേകം ഒപ്പം ഇരുത്തി പഠിപ്പിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകാം. ഇനിയിപ്പോ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എന്താവാം എന്താ ആ ബിസിനസ് ചിലപ്പോ അങ്ങനെ അതിന്റെ
ഫ്ലോ താഴ്ന്നു പോകുന്ന സമയത്ത് അതിനെ ഉയർത്തി കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത്, എന്ത് ജോബാണോ ചെയ്യുന്നത്, എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത്, അതിനനുസരിച്ച് അതിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഇതേപോലത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എന്ത് അത്ര അർജന്റ് ആണ്, അത്രമേൽ അർജന്റ് ആയ, എന്നാൽ അത്രക്ക് ഇമ്പോർട്ടൻസ് ഇപ്പോ കൊടുക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്താലും മതി എന്നുള്ള, എന്താ പറയാ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻ നിങ്ങൾ മൂന്നാമത് ആയിട്ട് പ്രയോറിറ്റി കൊടുക്കുകയും, ഇനി നാലാമതായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട് അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടന്റ്. നമുക്കൊരു അർജന്റും അല്ലെങ്കിൽ ആ ഒരു വിഷയം ചെയ്യുന്നതിൽ നമുക്കൊരു താല്പര്യവും ആവശ്യമില്ല. നമുക്ക് പേഴ്സണലി ആ ഒരു കാര്യവുമായിട്ട് വലിയ ഒരു ബന്ധം കൊടുക്കണം, അല്ലെങ്കിൽ അതിനൊരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന, അത് അവോയ്ഡ് ആക്കിയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന, അതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് തോന്നുന്ന, അടിയന്തരമായിട്ട് അതിൽ നമുക്കൊന്നും ചെയ്യാൻ ഇല്ല എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം നമ്മുടെ ലൈഫിൽ. ഒരു പക്ഷേ ഇങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയ നിരന്തരം ഇങ്ങനെ ഉപയോഗിക്കുന്നത് 24 hour എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ, എന്താ പറയാ, പ്രപഞ്ച സൃഷ്ടാവ് തന്നിട്ടുള്ളൂ. അപ്പൊ ഈ സമയത്തെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാലോ നമ്മൾ നിരന്തരം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്താ പറയാ, ഒതുങ്ങിക്കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി ചില സമയത്ത് നമ്മൾ കൂട്ടുകാർക്കിടയിൽ അനാവശ്യമായിട്ട് ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ്, മറ്റുള്ളവരെ പറ്റി സംസാരിച്ച്, ആശയങ്ങൾക്കപ്പുറം ആളുകളെ പറ്റി സംസാരിക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ആ സമയങ്ങളൊക്കെ എന്താണ്, ലൈഫിൽ വെറും സ്പോയിലാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വെറുതെ കൊന്നുകളയുകയാണ്. അപ്പൊ അങ്ങനെ സമയത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ചിന്താഗതികളെ, പോസിറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കുന്ന, നമുക്കൊരു വിധത്തിലും ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ നാലാമതായിട്ട് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് സൗഹൃദങ്ങളും പിന്നെ സോഷ്യൽ മീഡിയയും ഒന്നും വേണ്ട എന്നല്ല, പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് മുൻഗണന കൊടുത്തിട്ട് ഇതിനെ നാലാമത്തെ ഒരു ചാൻസ് മാത്രമാക്കിയിട്ട് മാറ്റുക എന്നാണ്. ഇപ്പൊ പറഞ്ഞ 4 കാര്യങ്ങളാണ്. പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളെ ആദ്യത്തിലേക്ക് സ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് സംസാരിച്ചത്. അതിൽ 4 പോയിന്റ് ആണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഏറ്റവും അർജന്റും ഏറ്റവും ഇമ്പോർട്ടന്റുമായിട്ടുള്ള കാര്യത്തിന് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുക. രണ്ടാമത്തത് അത്ര അർജന്റ് അല്ല, പക്ഷേ ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ചാൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുക. മൂന്നാമത്തത് അർജന്റ് ആണ് പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുക. നാലാമത്തെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല, ഒരു അർജൻസിയും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ നാലാമതായിട്ട് നിങ്ങളുടെ ലൈഫിൽ സ്കെഡ്യൂൾ ചെയ്യുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എല്ലാവരും ഈ ഒരു ആകാംക്ഷയോടെ നിൽക്കുകയായിരുന്നു അല്ലെ. അപ്പൊ അതെന്താന്നുള്ളതും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ റമീ സാർ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്. അപ്പം ഓരോരുത്തർക്ക് പറഞ്ഞു തുടങ്ങാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. പറഞ്ഞോളൂ. ആരും റെഡി അല്ലേ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട്? Good morning, sir. Morning, sir. മോർണിംഗ്. സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാര്യങ്ങൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് വളരെ സിമ്പിളായിട്ട് സാർ പറഞ്ഞു തന്നു. താങ്ക്സ്. ഓക്കെ. ഓക്കെ, താങ്ക് യു റോസ്ലിൻ മാം. വിൻസെന്റ് സർ.
മാജിക് മോർണിംഗ് സർ. വിൻസെന്റ് സർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സർ. ഈ ക്ലാസ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒരു സമയമാണ് ശരിക്കും എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയും, പക്ഷേ എപ്പോഴും സമയമില്ല എന്നാണ് എല്ലാവരുടെയും ഒരു പരാതി എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇതേപോലുള്ള ഒരു മെത്തേഡൊക്കെ കിട്ടുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും സമയം കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി സർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സർ. നന്നായിട്ട് Okay. മനസ്സിലാക്കാനും കഴിഞ്ഞു. താങ്ക് യു സർ. Okay. ഓക്കെ, താങ്ക് യു ഷൈനി മാം. ഷാജൻ സർ. മാജിക് മോർണിംഗ്. Morning. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെന്നും കേൾക്കേണ്ട ഒരു ക്ലാസ് ആണ്, നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട ഒരു ക്ലാസ് ആണ് ശരിക്കും. കാരണം ഒന്ന് ഓർമ്മപ്പെടുത്തലായി, നമ്മൾ കുറെ ബിമാജിക്കിലുള്ള ആളുകളൊക്കെ ഇത് കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതില് പലപ്പോഴും നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച്, തലേ ദിവസം നമ്മൾ എഴുതി വെച്ച് അതിലെ ഇപ്പൊ പറഞ്ഞ പോലെ 4 തട്ടാക്കി നമ്മൾ മാറ്റി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ശ്രമിക്കുന്നില്ല എന്നൊരു വിഷയം മാത്രമേ അതിൽ കിടക്കുന്നുള്ളൂ. വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ഓർമ്മപ്പെടുത്തലായിട്ടുണ്ട്. വളരെയധികം താങ്ക്സ്. താങ്ക് യു സർ. Okay. ഓക്കെ, താങ്ക് യു മനു സർ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? മാജിക് മോർണിംഗ് സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മളെ കാര്യങ്ങൾ ദിനംപ്രതി ചെയ്യേണ്ടതായാലും എപ്പോഴും നമ്മൾ എന്തിന് പ്രയോറിറ്റൈസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രധാനപ്പെട്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നീട്ടിവെക്കാതെ ഉടനെ ചെയ്യാം. അതുപോലെ തന്നെ അത്ര അർജന്റ് അല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പിന്നീട് ചെയ്യാം. അപ്പൊ അത് ലേശം നീട്ടി വെക്കാൻ പറ്റുന്ന പിറ്റേ ദിവസം ചെയ്താൽ മതി എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഓരോന്നും തീരെ ഇമ്പോർട്ടൻ്റ് അല്ല, അതേപോലെ തീരെ അർജന്റും അല്ലാത്ത കാര്യങ്ങൾ പാടെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒഴിവാക്കാം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയന്റെ കാര്യങ്ങൾ അത്യാവശ്യമൊക്കെ ചെയ്യാൻ, ബാക്കിയെല്ലാം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതേമാതിരി ബാഡ് കമ്പനീസ് അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് അതൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഏതായാലും ഓരോന്നും വളരെ ചിട്ടയോട് കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയ ലാഭവും നമ്മളെ ലൈഫിൽ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും പറ്റുന്നുള്ള. സാറ് വളരെ നീറ്റായിട്ട് സംഗതികൾ ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ട് ഈ 7 ഹാബിറ്റ്സ് ഓഫ് മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺസിന്റെ ആ ഒരു 4 കാര്യങ്ങൾ വളരെ എടുത്ത് നമുക്കായിട്ട് ഇവിടെ അവതരിപ്പിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മനു സർ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? സിന്ധു മാം. ഹലോ. പ്രീത മാം പറഞ്ഞോളൂ. ഹലോ, മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ് സർ, വളരെ നല്ലൊരു ക്ലാസ്. 4 പോയിന്റ് സാർ പറഞ്ഞു. ഇന്നെന്തായാലും ഇന്നത്തെ ആ ഒരു ഓരോ ദിവസം നമുക്ക് തുടങ്ങുന്നത് ഓരോ കാര്യങ്ങളിലും പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ട് മൊത്തത്തില് നമുക്ക് ഒന്നിനും എത്താൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിട്ട് ഉള്ള ആളുകളുണ്ട്. ഞാനും ആ ഒരു ലെവലിൽ പെട്ട ഒരാളാണ്. സംഭവം നമുക്ക് ഏതിനും ആദ്യമായിട്ട് പ്രയോറിറ്റി കൊടുക്കണം എന്ന് അറിയാത്ത ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ എന്തായാലും സാറ് അത് പോയിന്റ് ബൈ പോയിന്റ് ആയി പറഞ്ഞു തന്നപ്പോൾ ഒരുപാട് മനസ്സിലായ കാര്യങ്ങള്. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അത് എന്തായാലും നമ്മുടെ ഫാമിലിയിലായാലും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട കാര്യങ്ങളായാലും നമുക്ക് എന്താണോ ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ അതിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. ആ കാര്യങ്ങൾ ആദ്യം ചിന്തിക്കുക, പ്രവർത്തിക്കുക. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആണ് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്.
ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടൈം ഉണ്ട്. ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്താലോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ജസ്റ്റ് ഒന്ന് പറയൂ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ഞാൻ ഓഡിബിൾ അല്ലേ? അതെ അതെ. വൈൻഡപ്പ് ചെയ്യാം മാം. ഓക്കെ 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 ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇന്ന് നല്ലൊരു സെഷൻ അല്ലെ? പ്രയോറിറ്റി മാനേജ്മെന്റ് പോലെ തന്നെ PF-TF കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള റമീസ് സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇന്ന് മുതൽ തന്നെ അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you all. Thank Thank you. you, sir. Thank you, sir. Thank you all. Thank you very much. Thank you, sir.